ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു നിർത്തിയത് വീരഹനുമാൻ അശോകവനികയിൽ സീതാദേവിയെ കാണുന്ന ആ ഭാഗമാണ്. അവർ പരസ്പരം അടയാളങ്ങൾ കൈമാറുന്ന ആ ഭാഗമാണ് നമ്മൾ വളരെ വിശദമായി പറഞ്ഞത്. അതിനുശേഷം ഹനുമാൻ തീരുമാനിക്കുകയാണ് എന്തെങ്കിലും ഒരു അടയാളം അത് രാവണനെ കൂടി കാണിക്കണം എന്ന്. അതിനു വേണ്ടിയിട്ട് മധുവനം നശിപ്പിക്കുന്നതിനായിട്ട് ഹനുമാൻ തീരുമാനിക്കുന്നു. അങ്ങനെ ഹനുമാൻ മധുവനത്തിലേക്ക് പോകുന്നു. ചുറ്റും കമ്പിവേലി കെട്ടി നല്ല സുരക്ഷിതമായിട്ടാണ് മധുവനം വെച്ചിരിക്കുന്നത്. ഒരു പക്ഷി പോലും അകത്ത് കടക്കാനായിട്ട് സാധിക്കുകയില്ല. അത്ര സുരക്ഷിതമായിട്ടാണ് ആ വനം സംരക്ഷിച്ചിരിക്കുന്നത്. ഹനുമാൻ എല്ലാവരുടെയും കണ്ണു വെട്ടിച്ച് അമൃതവനത്തിൽ കടന്നു. വൃക്ഷശാഖയിൽ ഇരുന്നു. അത് കണ്ട് രാക്ഷസന്മാർ വിചാരിച്ചു, കുരങ്ങനല്ലേ, അത് അവിടെ ഇരിക്കട്ടെ. ഇവനെ കണ്ടാൽ മറ്റു ജീവികളൊന്നും ഇവിടേക്ക് വരികയില്ല, നമുക്കൊന്ന് ഉറങ്ങാം. അങ്ങനെ വിചാരിച്ച് രാക്ഷസന്മാർ ഉറങ്ങാനായി പോയി. ഹനുമാൻ പഴങ്ങൾ തിന്നു തുടങ്ങി. പഴങ്ങളെല്ലാം തിന്നു തീർന്നതിനു ശേഷം പിന്നീട് ഹനുമാൻ ഇലകൾ തിന്നാൻ തുടങ്ങി. അതിനുശേഷം മരക്കൊമ്പുകൾ മടമടാ ശബ്ദത്തിൽ ഒടിച്ചെടുത്തു തുടങ്ങി. അത് കേട്ട് രാക്ഷസന്മാർ ഉണർന്നു. ആ ശബ്ദം കേട്ടതോടുകൂടി ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കുന്നതിനായി ഈ രാക്ഷസന്മാർ നാലുപാടും ഓടുവാൻ തുടങ്ങി. അമൃതവനത്തിൽ ഇനിയൊന്നും ബാക്കിയില്ല. വാളും ശൂലവും ഗദയുമായി അവർ ഹനുമാനെ വളഞ്ഞു. ഹനുമാൻ കോപിച്ചു. രാക്ഷസന്മാരുടെ മേൽ വൃക്ഷങ്ങൾ വർഷിച്ചു തുടങ്ങി. ഹനുമാൻ മദയാനയെപ്പോലെ പരാക്രമം തുടങ്ങി. ചിലരെ കമ്പുകൊണ്ടും ചിലരെ കല്ലുകൾ കൊണ്ടും ഹനുമാൻ മർദ്ദിച്ചു, അടിച്ചു കൊന്നു. ചിലരുടെ തല പൊട്ടിപ്പിളർന്നു. രാവണന്റെ വൃത്യകളായ രാക്ഷസിമാർ ഓടിക്കിതച്ചുകൊണ്ടുവന്ന് സീതയോട് ചോദിച്ചു, സത്യം പറയടി, ആ കുരങ്ങൻ നിന്നോട് കുറേ നേരം വർത്തമാനം പറഞ്ഞല്ലോ, അവൻ ആരാണ്? അത് കേട്ട് സീത മറുപടി പറഞ്ഞു, ഞാൻ എങ്ങനെ അറിയും? രാക്ഷസന്മാരുടെ എന്തെല്ലാം മായകളാണ് ഇവിടെ നടക്കുന്നത്. രാക്ഷസന്മാർ ഓടിച്ചെന്ന് രാവണനോട് വിവരങ്ങളെല്ലാം പറഞ്ഞു. കുരങ്ങനെ പിടിച്ചു കെട്ടിക്കൊണ്ടുവരാൻ രാവണൻ ആജ്ഞാപിച്ചു. അതനുസരിച്ചിട്ട് അവരെല്ലാവരും കൂടി കുരങ്ങനെ പിടിച്ചു കെട്ടാനായി ആയുധങ്ങളുമായി അങ്ങോട്ടേക്ക് കുതിച്ചു. പക്ഷേ രാക്ഷസന്മാരുടെ യാതൊരു പരാക്രമവും ഹനുമാന്റെ അടുത്ത് വില പോയില്ല എന്ന് മാത്രമല്ല, പലർക്കും നാശം തന്നെ സംഭവിച്ചു. ഹനുമാനുമായുള്ള യുദ്ധത്തിൽ 7 സേനാ നായകന്മാരാണ് മരിച്ചത്. അപ്പോൾ രാവണന്റെ പുത്രനായ അക്ഷകുമാരൻ അച്ഛനോട് പറഞ്ഞു, ഞാൻ പോകാം, എനിക്ക് അവനെ ബന്ധിക്കുവാൻ സാധിക്കും. അങ്ങനെ അച്ഛൻ്റെ അനുവാദവും വാങ്ങി അവൻ ചതുരംഗപ്പടയോടുകൂടി പുറപ്പെട്ടു. ഹനുമാനും അക്ഷകുമാരനും സൈന്യങ്ങളുമായി അതിഘോരമായ യുദ്ധമാണ് പിന്നീട് അവിടെ നടന്നത്. ആ യുദ്ധത്തിൽ രാവണന്റെ പുത്രൻ അക്ഷകുമാരൻ മരിച്ചു. ആ വാർത്ത ലങ്കേശ്വരൻ അറിഞ്ഞു. എങ്ങനെയെങ്കിലും ഹനുമാനെ പിടിച്ചു കെട്ടണം, ഇല്ലെങ്കിൽ ആപത്താണ് എന്ന് രാവണൻ ആലോചിച്ചു. അതനുസരിച്ചിട്ടുള്ള ആലോചനകളാണ് പിന്നീട് നടന്നത്. വലിയ വലിയ വീരന്മാർ അലറിക്കൊണ്ട് ഹനുമാനെ പിടിക്കുവാനായി പുറപ്പെട്ടു. പക്ഷേ അവരാരും തിരികെ വന്നില്ല. ഇനി എന്തു ചെയ്യും എന്ന് രാവണൻ ആലോചിച്ചു. അതിനുശേഷം ഇന്ദ്രജിത്തിനെ വിളിക്കുകയാണ്. ഇന്ദ്രജിത്തിനോട് രാവണൻ പറഞ്ഞു, എത്രയും പെട്ടെന്ന് പോയി ആ കുരങ്ങനെ ബന്ധിച്ചു കൊണ്ടുവരണം. അച്ഛൻ്റെ വാക്ക് ഇന്ദ്രജിത്ത് അനുസരിച്ചു.
വലിയൊരു സൈന്യത്തോടു കൂടി ഇന്ദ്രജിത്ത് ഹനുമാനെ പിടിക്കുവാനായി, ആ കുരങ്ങനെ പിടിക്കുവാനായി അങ്ങോട്ടേക്ക് പുറപ്പെട്ടു. പിന്നീട് അവർ തമ്മിൽ ഘോരമായ യുദ്ധമാണ് നടന്നത്. ആ യുദ്ധത്തിന്റെ ഒടുവിൽ ഇന്ദ്രജിത്ത് പാശാസ്ത്രം എന്ന അസ്ത്രം അയച്ചു. ഹനുമാൻ വിചാരിച്ചു, ഇത്രയും മഹത്വമേറിയ ഈ അസ്ത്രത്തെ ധിക്കരിക്കുന്നത് ശരിയല്ല, വഴങ്ങിയേക്കാം എന്ന് വിചാരിച്ചിട്ട് ഹനുമാൻ വഴങ്ങി. അങ്ങനെ പാശാസ്ത്രത്താൽ ബന്ധിതനായ ഹനുമാനെ രാവണന്റെ മുമ്പിലേക്ക് ഇന്ദ്രജിത്ത് കൊണ്ടുപോവുകയാണ്. രാവണന്റെ പ്രതാപം കണ്ടപ്പോൾ ഹനുമാന് മനസ്സിൽ ചിരിയും ഒരു നിമിഷം ബഹുമാനവും തോന്നി. അങ്ങനെ ഇന്ദ്രജിത്തിന്റെ പാശാസ്ത്രത്താൽ ബന്ധിതനായ ഹനുമാൻ ഇപ്പോൾ രാവണന്റെ സദസ്സിൽ ഇരിക്കുകയാണ്. ഹനുമാൻ രാമന്റെ പാദങ്ങൾ മനസ്സിൽ സങ്കൽപ്പിച്ചു, നമസ്കരിച്ചു, ധ്യാനിച്ചു. രാവണന്റെ പ്രതാപം കണ്ടിട്ട് ഹനുമാൻ പുഞ്ചിരിച്ചു. ഹരേ കൃഷ്ണ. അങ്ങനെ ഹനുമാൻ ഇപ്പോൾ ബന്ധിതനായിരിക്കുകയാണ്. ഇനിയുള്ള ഭാഗങ്ങൾ നമുക്ക് അടുത്ത അധ്യായത്തിൽ നോക്കാം. എല്ലാവരും പ്രാർത്ഥിക്കുക, നാമം ജപിക്കുക. ഹരേ കൃഷ്ണ.